നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഷോക്കിംഗ് ഡിസിഷൻ എന്നാണ് പെപ് ഗാർഡിയോളയുടെ ഈ തീരുമാനത്തെ ഫുട്ബോൾ ലോകം വിശേഷിപ്പിക്കുന്നത്. മാധ്യമങ്ങളുടെ തലക്കെട്ട് അങ്ങനെയാണ്, ഷോക്കിംഗ് ഡിസിഷൻ ബൈ പെപ് ഗാർഡിയോള. അതുപോലെ തന്നെയാണ് ഫുട്ബോൾ എക്സ്പേർട്ടുകളും ഇതിനെ നിരീക്ഷിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ നാളെയാണ് എത്തിഹാദിൽ വെച്ച് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആദ്യപാദം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് വിജയിച്ചതിനാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടാക്കണമെങ്കിൽ ആ 3 ഗോളിൻ്റെ കടം ആദ്യം വീട്ടണം. അത്തരമൊരു സന്ദർഭത്തിലാണ് കളിയുടെ തൊട്ടു തലേ ദിവസം ടീം പരിശീലിക്കേണ്ട ട്രെയിനിങ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു പെപ് ഗാർഡിയോള. തീർച്ചയായിട്ടും ഷോക്കിംഗ് തീരുമാനം തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെന്ന് പെപ്പ് ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മാഡ്രിഡിലായിരുന്നല്ലോ ആദ്യപാദം കളിക്കാൻ പോയിട്ട്, എന്നിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഞങ്ങൾ ലണ്ടനിലേക്ക് പോയി, എന്നിട്ട് അവിടെ കളിച്ചു. എന്നിട്ട് 2:30 ഇന്നലെ പുലർച്ചെ 2:30 ഇവിടെ എത്തിയത്. അപ്പോൾ പിന്നെ ഇന്ന് ട്രെയിനിങ് നടത്തേണ്ട, താരങ്ങളെല്ലാവരും വീട്ടിലിരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇപ്പം വെറുതെ ട്രെയിനിങ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, മാഡ്രിഡിനെതിരെ മികച്ച പ്രകടനം നടത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ട്രെയിനിങ് നടത്താൻ സമയമില്ല. ഐ പ്രിഫർ ദം ടു ബി അറ്റ് ഹോം, കളിക്കാർ വീട്ടിലിരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. രാവിലെ 2 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും ഇവിടെ ഞങ്ങൾ എത്തി, ജസ്റ്റ് ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യും, ദെൻ ഞങ്ങൾ കളിക്കളത്തിലേക്ക് പോകും. തീർച്ചയായിട്ടും ചിലപ്പോൾ ട്രെയിനിങ് നടത്തും, ചിലപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയും. ഈ സീസണിൽ ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങൾ 10-11 മാസക്കാലമായിട്ട് ഒരുമിച്ചാണല്ലോ ഇപ്പോൾ, ക്ലബ് വേൾഡ് കപ്പ് അടക്കമുള്ളത് കൊണ്ട്. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾക്ക് പരസ്പരം അറിയാവുന്നതാണ്. പിന്നെ ഇതിനു മുമ്പും ഇതുപോലെ തീരുമാനമെടുത്തിട്ടുണ്ട്, അന്നൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പെപ് ഗാർഡിയോള പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പെപ്പ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, 3-0 കടമാണ് വീട്ടേണ്ടത്. അത് വീട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കളിക്കാൻ വന്നാൽ മതി, അല്ലാത്തവർ വീട്ടിലിരുന്നോ. തിരിച്ചു വരാൻ പറ്റുമെന്ന് വിശ്വാസമുള്ളവൻ ഇറങ്ങിയാൽ മതി എന്ന് പെപ് ഗാർഡിയോള പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മത്സരത്തിലൊരു മെയ് മറന്നുള്ള പോരാട്ടത്തിന് ഇറങ്ങുകയാണ് സിറ്റി എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ താരങ്ങളോട് നമുക്ക് 20 മിനിറ്റിനുള്ളിൽ 3 ഗോൾ അടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ അവരോട് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ഒരു സ്പീച്ചൊക്കെ നടത്താം, നൈസായിരിക്കും. പക്ഷേ അതല്ലല്ലോ, റിയാലിറ്റി മനസ്സിലാക്കി വേണം കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നല്ല പോരാട്ടം നടത്തും എന്ന ഉറപ്പിൽ തന്നെയാണ് സിറ്റിയുടെ സംഘമുള്ളത്. നാളെ എത്തിഹാദിൽ തീ പറക്കും എന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.